പുറപ്പാട് അധ്യായം 29. അഭിഷേകവും സമർപ്പണവും. പ്രിയരെ, പുറപ്പാട് 29 അധ്യായത്തിൽ ദൈവം അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതരായി അഭിഷേകം ചെയ്തതിനെക്കുറിച്ച് വിശദമായി പറയുന്നു. ദൈവത്തെ സേവിക്കുന്നത് ഒരു സ്ഥാനം മാത്രമല്ല, വിശുദ്ധമായ ഒരു വിളിയാണ്. ബലികളും രക്തവും എണ്ണയും ഉപയോഗിച്ചാണ് പുരോഹിതൻ അഭിഷേകിക്കപ്പെടുന്നത്. സേവനം തുടങ്ങുന്നതിന് മുമ്പ് ശുദ്ധീകരണവും സമർപ്പണവും ആവശ്യമാണ്. രക്തം ചെവിയുടെ അറ്റത്തിലും കൈയുടെ വിരലിലും കാലിൻ്റെ പെരുവിരലിലും തളിക്കുന്നു. ഇത് പഠിപ്പിക്കുന്നത് കേൾക്കുന്നതും ചെയ്യുന്നതും നടക്കുന്ന വഴിയും ദൈവത്തിനായി സമർപ്പിക്കപ്പെടണം. 7 ദിവസത്തെ അഭിഷേകകാലം പൂർണ്ണതയുടെ അടയാളമാണ്. സേവനം തൽക്ഷണം തുടങ്ങുന്ന ഒന്നല്ല, ദൈവസന്നിധിയിൽ പാകപ്പെടുന്ന പ്രക്രിയയാണ്. ഈ അധ്യായത്തിൻ്റെ അവസാനം ദൈവം വീണ്ടും പറയുന്നു, ഞാൻ അവരോടുകൂടെ പാർക്കും. അഭിഷേകത്തിൻ്റെ ലക്ഷ്യം സ്ഥാനമല്ല, ദൈവസന്നിധിയാണ്. പ്രിയരെ, പുറപ്പാട് 29 നമ്മോട് ചോദിക്കുന്നു, നാം ദൈവത്തെ സേവിക്കുന്നത് ചടങ്ങായി മാത്രമാണോ, അതോ സമർപ്പിതമായ ജീവിതമാണോ? പുതിയ നിയമത്തിൽ നാം എല്ലാവരും ക്രിസ്തുവിൽ പുരോഹിതരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ജീവിച്ചിരിക്കുന്ന യാഗമായി ദൈവത്തിന് സമർപ്പിക്കപ്പെടട്ടെ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.